അപ്പോൾ പെട്ടെന്ന് യാത്രകൾ പ്ലാൻ ചെയ്യുമ്പോൾ അതിനുള്ള കപ്പാസിറ്റിയും കൂടി നമുക്കുണ്ടോ എന്ന് ആലോചിച്ച് വേണം പ്ലാൻ ചെയ്യാൻ. ഇല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും. ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്. യെസ്, നമ്മൾ മൂകാംബിക ടെമ്പിളിലേക്കാണ് പോകുന്നത്. നമ്മൾ രാത്രിയായിരുന്നു പുറപ്പെട്ടത്. അപ്പം രാവിലെ പൊലച്ചക്ക് അവിടെ എത്തി. അവിടെ നിന്ന് റൂമൊക്കെ എടുത്ത് ഫ്രഷപ്പായി നേരെ അമ്പലത്തിലേക്ക് പോകാനായിരുന്നു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ ഫ്രഷപ്പ് ആകുമ്പോൾ കുഞ്ഞിനോട് ചോദിച്ചതാണ് നമ്മടെ പോന്ന് ഗുരുവായൂർ ടെമ്പിളിലാ പോന്ന്. ഇങ്ങനെ പറഞ്ഞു നമ്മടെ പോന്ന് അങ്ങനെ നമ്മൾ ദേവിയെല്ലാം കണ്ട് പ്രസാദവും വാങ്ങി ഒരു ഫോട്ടോ എടുത്ത് നേരെ വിട്ടതെടുത്തേക്കാണോ. അതെ, മുരുടേശ്വരം. ദേവിനെ കണ്ടിട്ട് ദേവനെ കണ്ടിട്ടില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമായാലും. അപ്പം നമ്മൾ നേരെ മുരുടേശ്വരത്തേക്ക് വിട്ടു. അവിടുന്ന് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. അവിടെ മുകളിൽ കയറണമെങ്കിൽ ടൈം ഷെഡ്യൂൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 മണിയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നടന്ന് മെല്ലെ സമയം കളഞ്ഞു. അപ്പോഴാണ് അവിടെ ഒരു ആർട്ട് ഗാലറിയിലെ കാര്യം അറിയുന്നത്. അപ്പം നമ്മൾ അവിടെ കാണാമെന്ന് വെച്ചിട്ട് ആർട്ട് ഗാലറിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ അവിടെ കുറേ സമയം റെസ്റ്റ് എടുത്തു. ആ റെസ്റ്റ് എടുക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഇരിപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? കമൻറ്റിൽ പറയണേ. എന്താണെന്ന് ഇറങ്ങി 2 വീഡിയോ നമുക്ക് മുഖ്യാന്നല്ല, നല്ല 2 സ്ലോമോ വീഡിയോ എടുക്കാൻ പറഞ്ഞതാണ്. പക്ഷേ ഒരു 1.5 സ്ലോമോ ആയിപ്പോയി. അത് ഇരിക്കട്ടെ. എന്നാലും നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് അതിന് മുകളിൽ കയറി അതിൻ്റെ മുകളിലത്തെ ബീച്ച് വ്യൂ ആസ്വദിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ തോന്നി, നമുക്കെന്നാൽ ഗോവക്ക് വിട്ടാലോ എന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല. 3, 2, 1, go! ഗോവ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും മുഖത്തും കാണുന്ന എക്സൈറ്റ്മെൻറ്റാണ് നിങ്ങൾ കാണുന്നത്. പക്ഷേ ഒരു കാര്യം എല്ലാവരും മറന്നുപോയി. നമ്മൾ പ്ലാൻ ചെയ്തത് 2 ഡേ ട്രിപ്പായിരുന്നു. ആ ദിവസം തിരിച്ചു വരേണ്ട ദിവസമാണ് നമ്മൾ ഗോവക്ക് പോകുന്നത്. അപ്പം അതിന് കണക്കായ ഡ്രസ്സ് കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല. എന്നാലും നമ്മൾ ഒട്ടും എനർജി ചോരാതെ തന്നെ പോകാമെന്നുള്ള പ്ലാനിൽ നേരെ വിട്ട്. അങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള ട്രാഫിക് ബ്ലോക്ക് വരുമ്പോഴാണ് ഓരോരാൾ റിയലൈസ് ചെയ്യാൻ തുടങ്ങിയത്, ഓഹോ ഇത് ഇത്രയും ദൂരമുണ്ടോ, നമ്മളെല്ലാവരും പെടുമെന്നില്ല ചിന്തയിലേക്ക് എല്ലാവരും മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും നമ്മൾ മുമ്പോട്ട് എടുത്ത വെച്ച കാലം മുമ്പോട്ട് തന്നെ എന്നുള്ള രീതിയിൽ യാത്ര തുടർന്നു. അങ്ങനെ നമ്മളൊരു ഏകദേശം ഒരു 8 മണി 8:30 ആയപ്പം ഗോവയിലെത്തിയിട്ടുണ്ടായിരുന്നു. ബ്രിഡ്ജ് കണ്ടാണ് നമ്മളെ സെക്കൻഡ് പ്രോ ഡ്രൈവറിലെ സിവിൽ മാൻ ഉണർന്നിട്ടുണ്ടായിരുന്നേ. ആ ബ്രിഡ്ജിൻ്റെ പണിയും അതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയലും ഹസ്ബൻഡും വൈഫും കൂടിയായിട്ട് കൊടൂരമായി ചർച്ച നടത്തുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഒട്ടും സമയം കളയാനില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഫ്രഷപ്പായി നേരെ ബീച്ചിലേക്ക് വിട്ട് ബീച്ചിലെത്തി കുറച്ച് എൻജോയ് ചെയ്തു. അടുത്ത ഓരോ റെസ്റ്റോറൻറ്റിലെയും ലൈറ്റിംഗ് സെറ്റപ്പും ആർട്ട് സെറ്റപ്പും എല്ലാം എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ് കേട്ടോ. ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അവർ പല പല ഡിസൈനിലും കളേഴ്സിലെല്ലാം ലൈറ്റും സീറ്റ്സും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുതന്നെ ഒരു പ്രത്യേകതരം വൈബായിട്ട് എനിക്ക് തോന്നി. പിന്നെ നമ്മൾ അവിടുന്ന് കുറേ ഫോട്ടോസ് എടുത്തു. ബട്ടർഫ്ലൈയുടെ നടുക്ക് നിന്നും നെസ്റ്റിൻ്റെ നടുക്ക് നിന്നും ഒക്കെ കണ്ട ഫാമിലി ഫോട്ടോസും മറ്റു കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെയും അവിടെ കുറേ വെറൈറ്റി കാഴ്ചകൾ കണ്ടിട്ടുണ്ടായിരുന്നേ. പക്ഷെ അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം വീട്ടിലേക്ക് തിരിച്ചു. ഇതെന്തേ നിങ്ങൾ ഗോവ വരെ പോയിട്ട് ഇത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് ചോദിക്കുന്നതിൽ കാര്യമുണ്ട്. എനിക്കറിയാം. കണ്ട എല്ലാം കിടക്കുന്ന കിടപ്പ് കണ്ട ബെട്ടിയിട്ട ബായത്തണ്ട് പോലെ. ശരിക്കും അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കറങ്ങാൻ സമയം കിട്ടിയത്. എല്ലാവരും ക്ഷീണം പിടിച്ചൊരു വിധത്തിലായിരുന്നു. അവിടെ നമ്മൾ ജസ്റ്റ് ബീച്ചിൽ പോയി പിന്നെ ഫുഡ് കഴിച്ചു, ജസ്റ്റ് ഒരു കുഞ്ഞ് ഷോപ്പിംഗ് നടത്തി തിരിച്ചു വന്നു. ശരിക്കും വണ്ടിയിൽ പെട്രോൾ കളയാൻ പോകാൻ പറ്റുമോ നിങ്ങൾക്ക് ഗോവ വരെ? യെസ് വി ക്യാൻ, നമുക്ക് പോകാൻ പറ്റും. ഓരോ യാത്രകളും ഓരോ പുതിയ പാഠങ്ങളാണെന്ന് പറയലുണ്ട്. അപ്പം നമ്മൾ ഈ യാത്രയിൽ ഓരോ പുതിയ പാഠമല്ല കുറേ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. അപ്പോൾ ബൈ ഫ്രം എൻജോയ് വ്ളോഗ്സ്.